നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഭാരവാഹികളായ മുസ്തഫമാർക്കും മാമൂദാജിയും കൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നു ബാലിയിൽ കുടുംബം ഈ ട്രസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രദേശത്ത് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്ത് കുറേ കുടുംബങ്ങളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ നൽകിക്കൊണ്ട് ആ കുടുംബങ്ങളിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഈ പ്രദേശത്ത് ചെയ്ത ഏറ്റവും വലിയ ആദ്യത്തെ സേവനമെന്ന് ഞാനിവിടെ സ്മരിക്കുകയാണ്. അതുപോലെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടായ്മ അതിനെ വീണ്ടും പുനർജീവിപ്പിക്കുവാൻ, നമ്മുടെ മനസ്സുകളുടെ ഏകോപനം ഉണ്ടാക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ഈ പ്രദേശത്ത് ആവശ്യം. നമ്മുടെ മനസ്സുകളിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന മാനവീയ ഐക്യത, അതുപോലെ സഹോദര്യം, പരസ്പര സ്നേഹം, ബഹുമാനമില്ലായ്മ, ഇതൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ കടലായി നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ തന്നെ നമുക്ക് കൂട്ടി മുന്നോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് ഏർപ്പെടുമ്പോൾ നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ ട്രസ്റ്റ് ഇത്തരത്തിലുള്ള ഒരു ലൈബ്രറി, വായനശാല ലൈബ്രറി. നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളിൽ മുമ്പുണ്ടായിരുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ മറിഞ്ഞുപോയി. ആ സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ നഗരങ്ങളിലും ഒക്കെ തന്നെ വളരെയധികം സാംസ്കാരിക പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തി നമ്മുടെ സമൂഹത്തെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച സംഘടനകളൊക്കെ തന്നെ അന്യമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉത്ഭവം ഈ പ്രദേശത്തുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വായനശാല ഗ്രന്ഥാലയം ഈ പ്രദേശത്ത് വളർന്നു വരുന്ന യുവ തലമുറകൾക്കും കുട്ടികൾക്കും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളൊക്കെ തന്നെ, ഞാനൊക്കെ തന്നെ ഇപ്പോൾ ഒരു ലൈബ്രറിയുടെ ഒരു വായനശാലയുടെ ഒക്കെ തന്നെ ഭാരവാഹിയാണ്. എന്നിരുന്നാൽ നാളൊക്കെ തന്നെ അതിലൊക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ പറയുന്നു, നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ തന്നെ വായനശാലയും ലൈബ്രറിയുമായി ബന്ധപ്പെടുന്നില്ല. ലൈബ്രറിയും വായനശാലയും ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരണം. ഇവിടെ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള അറിവുകൾ, ഇവിടെ ധാരാളം പുസ്തകങ്ങൾ, റെഫറൻസ് പുസ്തകങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ എൻസൈക്ലോപീഡിയയുടെ എല്ലാ വാല്യങ്ങളും കൊണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ ഒരു വലിയ ശേഖരമാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ റെഫറൻസായി എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. അതുതന്നെ ഈ പ്രദേശത്തെ വളർന്നു വരുന്ന യുവതലമുറകൾക്കും അതുപോലെ മറ്റുള്ളവർക്കും വലിയൊരു സഹായമായിരിക്കും ഞാൻ ഇവിടെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ സംരംഭത്തിന്, ഈ വായനശാല നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ ഈ സംരംഭത്തിന് നമ്മുടെ എല്ലാ ആളുകളുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ ട്രസ്റ്റിന് എല്ലാ ഭാഗങ്ങളും അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു ചെയ്യുന്നു. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ സംസാരിക്കുന്നു ആർ അബ്ദുള്ള മാസ്റ്റർ. കഴിവുള്ള അധ്യക്ഷൻ ഈ ട്രസ്റ്റിന്റെയും ലൈബ്രറിയുടെയും വിശാല ഹൃദയനായ ബഹുമാനപ്പെട്ട ബാലി മുഹമ്മദ് സാഹിബ്, പി കെ മുഴപ്പിലങ്ങാൻ, പ്രിയപ്പെട്ട സുഹൃത്ത്, ഈ പ്രദേശത്ത് വലിയ ഒരു വെളിച്ചത്തിന്റെ വെള്ളി വെളിച്ചം ആദമിന്റെയും ഹവ്വായിന്റെയും മക്കളെ മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്രദമായ ഇത്തരം കാര്യങ്ങൾ സാധാരണ
നിന്ന് ഇങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ സാധ്യമല്ല. ദൈവം നമ്പുരാൻ ഖുർആനിൽ ഒരിടത്ത് പറയുന്നത് വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അതായത് സാധാരണ വ്യക്തിക്ക് സാധ്യമല്ല. തഖ്വ എന്താണ്? തഖ്വ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർക്ക് ദൈവം നൽകിയതിൽ നിന്ന് അവൻ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കും. ധാരാളം സമ്പത്തിനിട്ട് സമ്പത്ത് കൂട്ടിക്കൂട്ടി നാടിനും നാട്ടുകാർക്കും ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ കൂട്ടിവെക്കുന്ന ആളെപ്പറ്റി ഖുർആൻ വളരെയധികം താക്കീത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഭാര്യ മുഹമ്മദ് സാഹിബിനെ ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ ആശംസിക്കുന്നു. ഇത്തരം എന്തൊക്കെ താങ്കളുടെ ഹൃദയത്തിൽ അങ്കുരിക്കുന്നുവോ അതൊക്കെ ദൈവം നമ്പുരാൻ പൂർത്തീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.